മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാളെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാൻ അതൊന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന് അത് കാണിച്ചു കൊടുത്തപ്പോൾ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, മലില്ലദീ യഖ്ദിറു അൻ യംലഅ കിഫതഹു ഹസനാത്ത്. പടച്ച റബ്ബേ, ഇത് മുഴുവനും നന്മകൾ കൊണ്ട് നിറക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? എന്ത് നന്മകൾ കൊണ്ടാണ് ഇത് നിറക്കുക? അങ്ങനെ ചോദിക്കാനുള്ള കാരണം തന്നെ ഈ ഭൂമിയും ആകാശവും മുഴുവനായും ആ മീസാനിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ മീസാനിന്റെ ത്രാസ്, ആ ത്രാസിൽ ഇനിയും വിശാലതയുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറയും. അപ്പൊ അത്രയും വിശാലമായ ആ ത്രാസ് കണ്ടിട്ട്, മീസാൻ കണ്ടിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചപ്പോൾ അല്ലാഹു അവിടുന്ന് മറുപടി പറഞ്ഞു, അത് നിറക്കാൻ കഴിയുന്നവരുണ്ട്. ഇന്നി ഇദാ റളീതു അൻ അബ്ദി മലഅതുഹാ ബിതംറത്തിൻ. എന്റെ ഒരു അടിമയെ ഞാൻ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ അടിമ ചെയ്ത ഒരു സ്വതക്ക കൊണ്ട്, ഒരു കാരക്കയുടെ ചീളിന് സമാനമായ നന്മ കൊണ്ട് ആ ത്രാസ് മുഴുവനും നിറക്കാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റിള, അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തം, സംതൃപ്തി, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സമ്പന്നമാക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു അടിമ ഉടമയെ തൃപ്തിപ്പെടുത്തണം. നമുക്കറിയാം, ഭൗതികമായി തന്നെ ജോലി ചെയ്യുന്നവർ അവരുടെ ഉടമസ്ഥനെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് ശമ്പള വർധനവുണ്ടാകുന്നത്, ജോലിയിൽ കയറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അടിമയാകുന്ന നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്താൻ ബന്ധപ്പെട്ടവരാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞു, വരിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിൽ നിന്നുള്ള സംതൃപ്തി, അല്ലാഹുവിന്റെ റിള, അതാണ് ഏറ്റവും വലുത് എന്ന്. ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗമാണ് കൊതിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്നതി യാ അഹ്ലൽ ജന്ന. സ്വർഗ്ഗസ്ഥരായ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് അല്ലാഹു സംവദിക്കുകയാണ്. യഖൂലൂൻ, അന്നേരം അവർ പറയുന്നു, ലബ്ബൈക റബ്ബനാ വസഅദൈ. പടച്ച റബ്ബേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകുകയാണ്. അന്നേരം അല്ലാഹു തആല ചോദിക്കുകയാണ്, ഹൽ റളീതും, നിങ്ങൾ തൃപ്തരാണോ, സംതൃപ്തരാണോ? അവിടെ നിന്ന് പറയുന്നു, വമാ ലനാ ലാ നർളാ വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്. നിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും നൽകാത്ത അത്രയും വലിയ മഹാത്മ്യവും സന്തോഷവും ഞങ്ങൾക്ക് നീ നൽകി ആദരിച്ചില്ലയോ, ഞങ്ങൾ എങ്ങനെ സംതൃപ്തരാവാതിരിക്കും? ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല പറയുന്നു, അന ഉഅതീകും അഫ്ളല മിൻ ദാലിക്. അതിനേക്കാൾ വലിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. അപ്പോൾ അവർ അല്ലാഹുവോട് ചോദിക്കുകയാണ്, വഅയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്. ഇതിനേക്കാൾ വലിയ കാര്യം എന്തുണ്ട് റബ്ബേ എന്നവർ ചോദിക്കുമ്പോൾ ഫയഖൂൽ, അല്ലാഹു തആല പറയുകയാണ്, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ. ഇന്നു മുതൽ നിങ്ങൾക്ക് എന്റെ തൃപ്തിയാണ്, എന്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ദേഷ്യമില്ല, നിങ്ങളുടെ മേലിൽ കോപമില്ല, കോപം മുഴുവനും ഞാൻ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയും പൂർണ്ണമായ അല്ലാഹുവിന്റെ സംതൃപ്തിയിലായി സ്വർഗമാകുന്ന ലോകത്തവർ കഴിയുകയും ചെയ്യും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് നമുക്ക് സ്വർഗം ലഭിച്ചാൽ തന്നെ അതിലും കൂടുതൽ ലഭിക്കാനുള്ള ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ റിള എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഹാഫിദ് തഖിയുദ്ദീൻ അബ്ദുൽ ഗനിൽ മഖ്ദിസി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞത്, അബ്ലഗു മാ സഅലൽ അബ്ദു റബ്ബഹു സലാസതു അഷ്യാ. ഒരു അടിമ ഉടമയോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തതായി മഹാനവർകൾ എണ്ണുന്നത് റിദ്വാനുല്ലാഹി അസ്സ വജൽ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംതൃപ്തിക്ക് വേണ്ടി എപ്പോഴും അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹുവേ, നിന്റെ റിള നൽകണേ, നിന്റെ പൊരുത്തം നൽകണേ, നിന്റെ സംതൃപ്തി അതിലുണ്ടായിരിക്കണേ എന്ന് ഓരോ അടിമയും നിരന്തരം അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണം. വന്നദറു ഇലാ വജ്ഹിൽ കരീം. പടച്ച റബ്ബിന്റെ വജ്ഹ്, ആ റബ്ബിന്റെ സൗന്ദര്യപൂർണമായ ആ ആകാരം അത് കാണുന്നതിന് വേണ്ടി പടച്ച റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. വൽ ഫിർദൗസുൽ അഅലാ മിനൽ ജന്ന.
സ്വർഗത്തിൽ തന്നെ ഏറ്റവും ഉദാത്തമായ അത്യുത്തമമായ പദവി അലങ്കരിക്കുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിവസിക്കുന്ന തങ്ങളുടെ ഇടമായ അൽ ഫിർദൗസ്, ആ ഫിർദൗസിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം എന്ന് മഹാനവറുകൾ ആവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും എന്നും ഹദ്ദാദ് ഓതിക്കൊണ്ട് അവസാനിക്കുന്ന സമയത്ത് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവസാനമായി ആ റാത്തിബ് അവസാനിപ്പിക്കുന്നത് തന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ എന്നാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന, പടച്ച റബ്ബേ ഞാൻ നിന്നോട് നിന്റെ റിളയെ ചോദിക്കുന്നു എന്ന് ആദ്യം ചോദിക്കുന്നത്, ആദ്യം സ്വർഗ്ഗത്തെയല്ലേ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന, പിന്നെയാണ് സ്വർഗ്ഗത്തെ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റിള, അല്ലാഹുവിന്റെ സംതൃപ്തി അതൊരാൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ പിന്നെ ആ മനുഷ്യന് സ്വർഗം ലഭിച്ചു എന്നത് ഉറപ്പാണ്. ആ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. നമ്മുടെ സർവമാന പ്രവർത്തനങ്ങളിലും അല്ലാഹുവിന്റെ റിള പ്രതീക്ഷിച്ചു കൊണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബിന്റെ തൃപ്തി കാംക്ഷിച്ചു പ്രവർത്തിക്കുന്നവരെ അല്ലാഹു തന്നെ ഖുർആനിൽ പുകഴ്ത്തുകയാണ്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഈ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിള മാത്രം, തൃപ്തി മാത്രം കാംക്ഷിച്ച് പ്രവർത്തിക്കുന്നവരെ അല്ലാഹു പുകഴ്ത്തിക്കൊണ്ട് എടുത്തു പറയുകയാണ്. മറ്റൊരു ആയത്തിൽ പറയുന്നത് വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ആളുകൾ, ഈ ആളുകൾക്കൊക്കെ അല്ലാഹു തആല വലിയ നേട്ടവും വലിയ പദവിയും വലിയ സൗകര്യവും ഉൾക്കൊള്ളുന്ന സ്വർഗ്ഗം നൽകുമെന്നാണ് പിന്നീട് അല്ലാഹു പറയുന്നത്. വമൻ യഫഅൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുതീഹി അജ്റൻ അദീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, വമൻ യഫഅൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി, അല്ലാഹുവിന്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫസൗഫ നുതീഹി അജ്റൻ അദീമാ, അവന് വലിയ പ്രതിഫലം ഞാൻ നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ റിള ആർക്കൊക്കെയാണ് നൽകുക? ആ നൽകിയ ആളുകൾക്ക് പിന്നീട് എന്താണ് ലഭിക്കാൻ പോകുന്നത്? ഖുർആനിൽ പല സ്ഥലങ്ങളിലും റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിടങ്ങളിലെല്ലാം അവർക്ക് കിട്ടാൻ പോകുന്ന സ്വർഗ്ഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. ഖുർആനിൽ അല്ലാഹു പറയാണ്, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സുഖലോലുപതയുടെ സ്വർഗ്ഗത്തിൽ അവർ പരിരസിക്കുന്നവരെയാണ്, അവര് താമസിക്കുന്നവരെയാണ്, അവർ ആനന്ദ നൃത്തം ചവിട്ടുന്നവരാണ്. ഖാലിദീന ഫീഹാ അബദാ, അവർക്ക് മരണമില്ലാത്ത ഒരു ജീവിതമാണ് അതിലുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹും വറദൂ അൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവരാണ് എന്നാണ് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ റബ്ബിന്റെ തൃപ്തി കിട്ടുക എന്നാണ് അടിമകളാകുന്ന നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ആ തൃപ്തി കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടവരുമാണ്. ആ തൃപ്തി ലഭിച്ച ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയ ഒരു വിഭാഗം ആളുകൾ അല്ലാഹു എടുത്തു പറയുകയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതാ. മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത ഒരു വിഭാഗം ആളുകൾ, എല്ലാം വിട്ടേച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവർ,
തങ്ങളുടെ കയ്യിലുള്ള എല്ലാം വെട്ടേച്ച് കളഞ്ഞവർ, സ്വത്തുവകകൾ, കുടുംബത്തെ, തന്റെ പെറ്റുപോറ്റ് വളർന്നുള്ള തന്റേതെന്ന് പറയാവുന്ന എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നവർ, അവരെ സ്വീകരിച്ച, നെഞ്ചോട് ചേർത്ത് വെച്ച, ഒരു അപേക്ഷയും കൂടാതെ ചേർത്തു പിടിച്ച മഹാന്മാരായ അൻസാരികളായ സ്വഹാബികൾ, അവർക്ക് അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്താണ്? റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്നാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടാൽ പിന്നെന്താ കിട്ടുന്നത്? സ്വർഗ്ഗമാണ്. അതുകൊണ്ട് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ അതിലേർപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ രീത നമ്മൾ പിടിച്ചു പറ്റുന്നവരാണ്. അതിനൊരുപാട് വഴികൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നന്മയിലേക്ക് മുന്നിട്ട് വരിക എന്നാണ്. ഖുർആൻ ജുമഅയെ കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമുഅ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങളെല്ലാം പൂട്ടിയിട്ട് വിളിക്കുത്തരം നൽകാൻ പെട്ടെന്ന് ഞൊടിയിടയിൽ നിങ്ങൾ പള്ളികളിൽ എത്തിച്ചേരണേ എന്ന് ഖുർആൻ പറയാൻ. ഖുർആനിൽ ഇത്യാദി ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ധാരാളം നമുക്ക് ലഭ്യമാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈറായ കാര്യങ്ങളിലേക്ക് ഉടരണേ, പെട്ടെന്ന് അടുക്കണേ എന്ന് ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ച് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ, ഓ മൂസാ നബി, നിങ്ങൾ എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ വഅജിൽതു ഇലൈക റബ്ബീ ലിതർലാ, പടച്ച റബ്ബേ, നിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വേഗത്തിൽ ഉളരുത് എന്ന് മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നിടത്തൊക്കെ വേഗം ഉളരണം. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മെന്റാലിറ്റി തന്നെ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് ആരാണ് നിങ്ങളിൽ നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം, ആരാണെന്ന് ഒരു ജനാസയെ അനുഗമിച്ചത്? അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. മൂന്നാമത്തെ ചോദ്യം, ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തത് ആരാണ്? ഉടനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, അന യാ റസൂലല്ലാഹ്. നാലാമത്തെ ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ആരാണ് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? അന യാ റസൂലല്ലാഹ്. അഞ്ച് കാര്യവും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒന്നാം നമ്പറായി കൈ ഉയർത്താനുണ്ടായിരുന്നു. ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഇതൊക്കെ ഒരാളിൽ സമ്മേളിച്ചാൽ മേളിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്മയിലേക്ക് ഉളരണം. നന്മയിലേക്ക് ഉളരുക എന്നതാണ് ആദ്യത്തെ പടി. അമാന്തിച്ചു നിൽക്കാൻ പാടില്ല. നിസ്കാരത്തിന് വന്നാൽ സഫുകളിൽ എവിടെയാണ് വിടവ് എന്ന് നോക്കിയിട്ട് അവിടെ കയറണം. ഒന്നാമത്തെ സഫിൽ ഇങ്ങനെ വിടവുണ്ടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കല്ലേ, കേറിയിട്ട് ഫസ്സബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുന്തിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തണം. ഫസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്നല്ലേ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. അവരെയാണ് അല്ലാഹുവിലേക്ക് മുഖറബീങ്ങളായവർ. മുഖറബീൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന ആളുകൾ. അല്ലാഹു ആ ഒരു മെന്റാലിറ്റി നമുക്ക് നൽകുമാറാവട്ടെ. രണ്ടാമത്, അല്ലാഹു വെറുത്ത ആളുകൾ, അവരെ ഒരു വകയും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പ് വകവെക്കാതെ അല്ലാഹുവിന്റെ തൃപ്തി തേടി പ്രവർത്തിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ വെറുപ്പ്, ആ ആളുകളുടെ വെറുപ്പ്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ മറ്റ് ആളുകളുടെ വെറുപ്പ് ഒന്നും വകവെക്കാതെ, അല്ലാഹുവിന്റെ വെറുപ്പല്ല,
പടച്ച റബ്ബിന്റെ വിഷയത്തിൽ ഒരാളുടെ വെറുപ്പ് വകവെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിൽ തമസലില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി ആരെങ്കിലും കാംക്ഷിച്ചാൽ ബിസഖത്തിന്നാസ്, ജനങ്ങളൊക്കെ മോശമായത് പറയുന്നുണ്ട്, പക്ഷേ നല്ല കാര്യമാണ് അത് ചെയ്താൽ ജനങ്ങളൊക്കെ എന്നോട് എതിരാവുമെന്ന് നോക്കേണ്ടതില്ല. റളിയല്ലാഹു അൻഹു വഅർളാ അൻഹുന്നാസ്, അല്ലാഹുവും തൃപ്തിപ്പെടും ജനങ്ങളെ കൊണ്ട്. പിന്നീട് അല്ലാഹു തആല നന്നായിട്ടുണ്ട് എന്ന് കമന്റ് അടിപ്പിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ നേരെ മറിച്ച് അല്ലാഹു തൃപ്തിപ്പെടണമെന്നില്ല, ജനങ്ങൾ തൃപ്തിപ്പെട്ടാൽ മതി എന്ന വിധത്തിലാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിലോ സഖിതല്ലാഹു അലൈഹി, അല്ലാഹു അവനെ വെറുക്കുകയും വസഖത അലൈനാ, ജനങ്ങളെ കോപം മുഴുവനും അവന്റെ മേൽ ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ എല്ലാം അല്ലാഹു തൃപ്തിപ്പെടും. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെയും അവന്റെ റസൂലിനെയും എതിർത്ത് ജീവിക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ തള്ളി പറയുന്നവർ, റസൂലുള്ളാഹിനെ ഇകഴ്ത്തുന്നവർ, അവരെ മാറ്റി നിർത്തുക എന്നതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റിള നമുക്ക് ലഭിക്കും. ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുആതൂന മൻ ഹദല്ലാഹ വ റസൂലഹു എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നു, അങ്ങനെ അല്ലാഹുവിനെയും റസൂലിനെയും ഇകഴ്ത്തി സംസാരിക്കുന്നവർ, അല്ലാഹുവിനെയും റസൂലിനെയും അവമതിക്കുന്നവർ, അവഗണിക്കുന്നവർ, ആ വിഭാഗം ആളുകളെ നമ്മൾ അവഗണിച്ചാൽ റളിയല്ലാഹു അൻഹും വറദുവൻ, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട് എന്ന് ഖുർആൻ. നാലാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് മനസ്സോടെ സംതൃപ്തിയോടെ സ്വീകരിക്കുന്നവരാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവിടെ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅഇളമിൽ ബലാ, അല്ലാഹുവിന്റെ അടുക്കലുള്ള വലിയ കൂലി നമുക്ക് ലഭിക്കുന്നത് മഅഇളമിൽ ബലാ, വലിയ വലിയ പരീക്ഷണങ്ങൾ അതിജീവിക്കുമ്പോഴാണ്. ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹുർ റിളാ വമൻ സഖിത ഫലഹുസ് സഖതു മുഹമ്മദുൽ മുസ്തഫ. ആ പരീക്ഷണം വരുന്ന അവസരത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്, ഞാൻ കുറേ മോശമായി നടക്കുന്നുണ്ട് എന്നൊരു ബോധത്തോടെ അത് സ്വീകരിച്ചാൽ ഫലഹുർ റിളാ, അല്ലാഹുവിന്റെ റിളയുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആറാമതായി മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്നവർക്കാണ് റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ സംതൃപ്തി എവിടെയാണ് കിടക്കുന്നത് എന്നറിയോ? റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്. മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്തുന്നതിലാണ് അല്ലാഹുവിന്റെ തൃപ്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ തൃപ്തി നിങ്ങൾക്ക് വേണോ? മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക. അവർ ചോദിക്കുന്ന അവസരത്തിൽ പൈസ കൊടുക്കുക, അവർ പോകണമെന്ന് പറയുന്ന ഇടത്തേക്ക് കൊണ്ടുപോവുക, അവരെ നല്ല കെയർ ചെയ്യുന്നവരാരാണ്? അവർക്ക് അല്ലാഹുവിന്റെ സംതൃപ്തിയുണ്ട്. ആ തൃപ്തി ലഭിച്ചാൽ നാളെയുടെ ലോകത്ത് നമുക്ക് സ്വർഗമുണ്ട്. ഏഴാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അസ്സിവാകു മത്ഹറത്തുൽ ലിൽ ഫമി വമർളാത്തുൽ ലിർറബ്ബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ഏഴാമത്തെ വിഭാഗം ആളുകൾ അവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്നവർ, അവർ മിസ്വാക്ക് ചെയ്യുന്നവരാണ്, ബ്രഷ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ല എങ്കിൽ എല്ലാ സമയങ്ങളിലും വിശേഷിച്ച് 5 വക്ത നിസ്കാരത്തിന്റെ സമയവും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധപൂർവ്വം കൽപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മിസ്വാക്ക് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ 1000 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, മിസ്വാക്ക് ചെയ്യുന്നതിന് അല്ലാഹു വലിയ തൃപ്തിയാണ്. മിസ്വാക്ക് ചെയ്യുന്ന ആളുകളോട് അല്ലാഹു തൃപ്തി. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വെറുക്കുന്നവരോട് അല്ലാഹു തൃപ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരോട് അല്ലാഹുവിന്റെ തൃപ്തി. ഉമ്മവാപ്പമാരെ പരിഗണിക്കുന്നവരോട് അല്ലാഹുവിന്റെ തൃപ്തി. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗം ആളുകളാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അസറ്റായ
സമയം, ആ സമയത്തെ പരിഗണിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ തൃപ്തിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ അസറ്റാണ് സമയം. ആ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്നവരോട് അല്ലാഹുവിന് ഇഷ്ടവും തൃപ്തിയാണ്. മഹാനായ ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഇദാ ഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാദിലതി ബിൽ ഫവാദിലിൽ അഅമാൽ. ഗസ്സാലി ഇമാം പറയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ നല്ല സമയങ്ങളിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു അവസരം കൊടുക്കും എന്ന് മഹാനായ ഇമാം അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ദുൽഹിജ്ജയാണ്. ഈ ആഴ്ചയിൽ നമ്മൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് ഖുർആൻ തന്നെ അതിന്റെ മഹത്വം പറഞ്ഞു. വൽ ഫജ്ർ വലയാലിൻ നശ്ർ, വൽ ഫജ്ർ, ഫജ്റിനെ തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ നശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. ഇത് ആ 10 രാത്രികളും 10 പകലുകളും ഉൾക്കൊള്ളുന്ന ദുൽഹിജ്ജയിലെ 10 എന്നാണ് മുഫസ്സിരീങ്ങളിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ 10 ദിവസങ്ങളാണ് ദിനങ്ങളെ എണ്ണി നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് മുഹമ്മദുൽ മുസ്തഫ. 10 ദിനങ്ങളെ പ്രത്യേകം പരിഗണിക്കാൻ പറഞ്ഞിടത്ത് റമദാനിന്റെ അവസാനത്തെ 10 പറഞ്ഞിട്ടുണ്ട്. ആ റമദാനിലെ അവസാനത്തെ 10 അതിന്റെ രാത്രികളിലേക്ക് നോക്കിയിട്ടാണെങ്കിൽ ഈ അറഫ ദിവസം ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജയുടെ 10 അതിന്റെ പകലിലേക്ക് നോക്കിയിട്ടാണ് എന്ന് മഹാന്മാർ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതിന്റെ പകലുകളിൽ ഒരുപാട് വലിയ വലിയ ആരാധനകൾ വരുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കടന്നു വരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വിധത്തിൽ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയം വളരെ വിലപ്പെട്ടതാണ്. നാളെ ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ആ സമയത്തെ പരിഗണിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നതാണ്. ആ തൃപ്തി ലഭിച്ചാൽ നാളെയുടെ ലോകത്ത് സ്വർഗം ലഭിക്കുന്നതാണ്. അല്ലാഹു വരുന്ന 10 ദിവസങ്ങളെ കൃത്യമായി പരിഗണിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യഅനി അയ്യാമൽ അശ്ർ. ഈ 10 ദിവസങ്ങളിൽ വെച്ച് ചെയ്യുന്ന അമലുകളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമലും ഇല്ല. ഈ 10 ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നത് അല്ലാഹുവിന് അത്രയും ഇഷ്ടമാണ്. ഇഫ്അലുൽ ഖൈറ തഗ്റകും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ അമലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു, തങ്ങൾ പറയാൻ, എന്നിട്ട് ആ യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മരിച്ചാണ് അയാൾ വരുന്നത് എങ്കിൽ ഒഴികെ, അപ്പൊ ഷഹീദായാൽ ഒഴിച്ച് ഷഹീദാവാതെ യുദ്ധത്തിൽ പങ്കെടുത്താണ് തിരിച്ചു വരുന്നതെങ്കിൽ പോലും ഈ 10 ദിവസങ്ങളിൽ ഒരാൾ അമൽ ചെയ്ത് എത്തുന്ന പദവിയിലേക്ക് എത്താൻ ആ മുജാഹിദായ യുദ്ധത്തിൽ പങ്കെടുത്ത മനുഷ്യന് ഒരിക്കലും തന്നെ സാധ്യമല്ല എന്നാണ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്ക് പോലും ഈ 10 ദിവസം ഒരാൾ അമൽ ചെയ്താൽ എത്തിപ്പെടുന്ന പദവി പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. എത്ര ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ വളരെയധികം പരിഗണിക്കണേ മുഅ്മിനീങ്ങളെ. നമ്മുടെ മുന്നിലേക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ ദുൽഹിജ്ജ ആഗതമാവുകയാണ്. ആ ദുൽഹിജ്ജയിൽ ചെയ്യാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. നല്ല അവസരങ്ങളൊക്കെ വിനിയോഗിക്കണം. അതാണ് സമയം. അത് നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ്. അത് ഉപയോഗിച്ച് രക്ഷപ്പെടണം. അത് ഉപയോഗിച്ച് അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കണം. ആ സുവർണാവസരത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഖ്തിറൂ ഫീഹിന്ന മിനത് തഖ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ആ ദിവസങ്ങളിൽ തഹ്ലീൽ വർദ്ധിപ്പിക്കുക, തഹ്മീദ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തക്ബീർ വർദ്ധിപ്പിക്കുക, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കുക. വിശേഷ്യ ബലി മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അത് അറുക്കപ്പെടാനുള്ള മൃഗമാവണമെന്നില്ല, ആ വർഷം അറുക്കുന്ന മൃഗം ആവണമെന്നില്ല. അതിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത്, അഥവാ അറുക്കാൻ പറ്റുന്ന ആട് മാട് വർഗത്തിൽപ്പെട്ട ഏതിനെ കാണുമ്പോഴും അതുപോലെ അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണ്. 70,000 ദിക്ർ അങ്ങ് ചൊല്ലിക്കോ, ഇതാഖത്തു സുബ്ഹ ലഭിക്കുകയില്ലേ? പറ്റിയ ഒരു അവസരമല്ലേ? ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങളല്ലേ? ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജതി ദിൽഹിജ്ജയുടെ 9 ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്ന് മഹതിമാരായ അവിടുത്തെ പത്നിമാരെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാനുള്ള ഏറ്റവും ശ്രദ്ധമാണ്. അർഫ നോമ്പൊക്കെ അടുത്ത ആഴ്ച നമുക്ക് പറയാം. മറ്റൊന്ന് നിസ്കരിക്കുക, ജമാഅത്തായി നിർവഹിക്കുക. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, യൗമുൽ ജുമുഅത്തി ഫി അശ്രി ദിൽ ഹിജ്ജത്തി അഫ്ളലു മിനൽ ജുമുഅത്തി ഫീ ഗൈരിഹി. ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം നാം ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഈ മാസം ജമാഅത്തിനും ജുമുഅക്കും പങ്കെടുക്കുമ്പോൾ ലഭിക്കുമെന്ന് ഞാൻ പറയല്ല. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം, എല്ലാ ജമാഅത്തുകൾക്കും പങ്കെടുക്കുക. ജുമാക്കൊക്കെ നേരത്തെ വരിക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാസം ആഗതമായാൽ മഹാനായ അബൂ സഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫജ്രി ഫീ ലയാലിൽ അശ്രി ഗുഫിറ ലഹു. ഒരാൾ ദുൽഹിജ്ജ മാസം ആഗതമായ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ ആ മനുഷ്യന് മഗ്ഫിറത്ത് കിട്ടും എന്ന് അബൂ സഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ സദഖകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ എല്ലാ നന്മകളിലും ഭാഗവാക്കാവുക. കാരണം ഈ 10 ദിവസങ്ങൾക്ക് പ്രത്യേകത ലഭിക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ? എല്ലാ ഇബാദത്തുകളിലും അതിൽ സംഗമിക്കുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു 10 ദിവസമല്ലേ എല്ലാ ഇബാദത്തും സംഗമിക്കും. കാരണം നിസ്കാരം എന്തായാലും എല്ലാ സമയത്തുണ്ടാവില്ല. നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുണ്ട്. അതുപോലെ തന്നെ ഹജ്ജുണ്ട്, ഹജ്ജ് മറ്റു മാസങ്ങളിലില്ല. സകാത്തിനും അതിൻ്റെതായ ആളുകൾക്ക് സകാത്ത് കൊടുക്കാൻ ആ സമയമായി വരും. അങ്ങനെ തുടങ്ങി എല്ലാ നന്മകളും സംഗമിക്കുന്ന 10 ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ ഒരാളും വിട്ടേച്ച് കളയരുതേ. അല്ലാഹു തആല അതെല്ലാം സ്വീകരിച്ച് കൃത്യമായി നമുക്ക് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നസീബേകുമാറാവട്ടെ. പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ മാസം പിറക്കുന്നതിന് മുമ്പ് തന്നെ താടിയും മുടിയൊക്കെ വൃത്തിയാക്കി നഖമൊക്കെ വെട്ടിവെക്കണം. ആ ദിവസങ്ങൾ കടന്നു വന്നാൽ അഥവാ ദുൽഹിജ്ജയുടെ പിറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉളുഹിയ്യത്ത് അറക്കുന്നത് വരെ അവരെ മുടിയോ താടിയോ ഒന്നും നീക്കാൻ പാടില്ല, വെട്ടാനോ നീക്കാനോ ഒന്നും പാടില്ല, നഖമൊന്നും മുറിക്കാൻ പാടില്ല. കാരണം അതൊക്കെ നാളെ സാക്ഷിയായി വരണം. അതിനു വേണ്ടിയാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇദാ ദഖലത്തിൽ അശ്ർ وأراد أحدكم أن يضحي فلا يمس من شعره وبشره شيئا. سيدنا محمد رسول الله صلى الله عليه وسلم. ഉളുഹിയ്യത്തിന്റെ വിഷയം നേരത്തെ ഞാൻ ഗൗരവപൂർവ്വം ഉണർത്തിയതാണ്. എല്ലാവരും അത് വളരെയധികം സജ്ജമാവുക, അതിലേക്ക് തയ്യാറാവുക, ഈമാനികമായി അടുക്കുക. ആഖിറത്തിലേക്കുള്ള ഒരു വാഹനമാണ്, സിറാത്തിൽ കയറിപ്പോവാനുള്ള വാഹനമാണ് എന്ന് മനസ്സിലാക്കി ഉളുഹിയ്യത്തിലും ഭാഗവാക്കാവുക. അല്ലാഹു തആല നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.